അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ശിരസ്സ് നമിച്ച കൈകൾ കൂപ്പി അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേലെ നിന്റെ വലിയ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദിവസം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു ഈശോയെ. കർത്താവേ, ഈ കൂട്ടത്തിൽ ഒത്തിരി പേര് വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെ ഇന്ന് കടന്നു പോവുകയാണ്. അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ തിരുമുറിവാടുന്ന ആണിപ്രതാടുന്ന വലതുകരം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഈ മക്കൾക്ക് എല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവ്, അന്ധര കാഴ്ച നൽകിയവനെ, ചെകിടിനെ കേട് നൽകിയവനെ, ഊമന് സംഭാഷണം നൽകിയവനെ, ഒരു രോഗത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളുടെ രോഗത്തെക്കുറിച്ച്, എപ്പിലെപ്സിയെക്കുറിച്ച്, അപസ്മാരത്തെക്കുറിച്ച്, ഓട്ടിസത്തെക്കുറിച്ച് ആകുലപ്പെടുന്ന വ്യാകുലപ്പെടുന്ന അമ്മമാര്, ഗർഭിണികൾ, അവരെല്ലാം ഞങ്ങൾ ഈ സമയം സമർപ്പിക്കുന്നു. കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ആശ്രയിക്കുന്ന ഒരു മകൻ പോലും ലജ്ജിക്കാൻ ഇടയാക്കരുതെന്ന് സങ്കീർത്തനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ വലിയ കൃപ മക്കളിലേക്ക് ആവശ്യിക്കണമേ. അടിപ്പണ്ട പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങളുടെ ശരീരത്തിലെ നീര് രോഗങ്ങളെ എടുത്തു മാറ്റിയിട്ടെന്ന് കൽപ്പിക്കുന്നു. യേശുവിൻ്റെ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. ആന്തരിക അവയവങ്ങളുടെ ഗുരുതരമായ രോഗങ്ങളുള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ. ആണിപ്പെടുത്താറുന്ന വലത് കർത്താവ് സ്പർശിക്കട്ടെ. അടിപ്പിണർ പോലെ സ്പർശിക്കട്ടെ. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ യേശുക്രിസ്തു നാമം നീ സൗഖ്യം പ്രാപിക്കട്ടെ. നിന്റെ ഭവനം, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ അരുളിച്ചത് കർത്താവേ, നിന്റെ നാമത്തിൽ ഇപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിലും ഞാൻ സമാധാനം ആശംസിക്കുന്നു. ആ സമാധാനം അവിടെ നിലനിൽക്കുവാനും ആ മക്കൾ കർത്താവേ, ഇന്ന് അവരെ ഉത്കണ്ഠപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന വ്യക്തികൾ, സംഭവങ്ങൾ, വിഷയങ്ങൾ എല്ലാം ഈ നിമിഷം കർത്താവ് സമാധാനമായിട്ട് പരിവർത്തനം ചെയ്യിക്കേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ദോഷങ്ങളും യേശുക്രിസ്തു നാമം നീങ്ങിപ്പോകട്ടെ. ഐ കമാൻഡ് യു ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബി ഹീൽഡ്. എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ ഇന്ന് 2 വചനങ്ങൾ വായിക്കണം. തമ്മിൽ ഭയങ്കര കണക്റ്റഡുള്ള വചനം. ഒരു വചനം എന്ന് പറയുന്നത്
മർക്കോസിൻ്റെ സുവിശേഷം 14:8 അത് ഒരു വിധവയുടെ ചില്ലിക്കാശാണ്, 2 ചെമ്പ് തുട്ടുകൾ. പക്ഷേ ഈശോ 2 വേ ചെയ്യുന്ന ആ ഒരു രീതികളാണ്. ജസ്റ്റ് നമുക്കത് വായിച്ച് കേട്ടെ, അതിന് ഞാനത് പറയാം നിങ്ങളോട്. അത് വായിക്കേണ്ടത് ലൂക്കായുടെ സുവിശേഷം 21:2. ലൂക്ക 21:2. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. ദരിദ്രയായ, അതായത് 21-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 2-ാമത്തെ വാക്യം. ശ്രീഭണ്ഡാരത്തിൻ്റെ മുമ്പിൽ കർത്താവ് ഇരിക്കരുന്ന്. അപ്പം ദരിദ്രയായ ഒരു വിധവ കൊണ്ടുവന്ന് 2 ചെറുതൊട്ടുകളിട്ട്. അവളുടെ അന്നത്തെ ഉപജീവനത്തിലുള്ള മാർഗ്ഗമാണ് അവൾ ദൈവത്തിൻ്റെയൊക്കെ മുമ്പിൽ കാഴ്ചയായിട്ട് കൊടുത്തത്. അത് കണ്ടോടുകൂടി കർത്താവ് എഴുന്നേറ്റെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അപ്പോസ്തലന്മാരോട് കമൻറ്റ് ചെയ്ത്, സീ ദിസ്, ആ വിധവ തനിക്കുള്ളത് മുഴുവൻ നിക്ഷേപിച്ചു വന്നു. എന്നിട്ട് കർത്താവ് അവിടെ താരതമ്യം വെച്ചെടുത്തി. ചില ആൾക്കാർ അവിടെയുള്ളവർ അവർക്കുള്ളതിൻ്റെ മിച്ചം വന്നാണ് ഇടണത്. ഇവർ ചെറിയ തുകയാണെങ്കിലും തനിക്കുള്ളത് മൊത്തം നിക്ഷേപിച്ചു വന്നു. ഇതിൻ്റെ കൂടെയാണ് നമുക്കിത് മറ്റേ വചനം വായിക്കേണ്ടത്. ഏതൊക്കെയാണ്? 14:8 മർക്കോസിൻ്റെത് സുവിശേഷം. ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. എൻ്റെ സംസ്കാരത്തിനു വേണ്ടി ഇവൾ എൻ്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത്. ഇത് കണ്ട, ഓരോരുത്തർക്കും അക്സെപ്റ്റ് ചെയ്യേണ്ട രീതി കണ്ട. ഇപ്പം ചെറിയത്, ഇപ്പം ഇതെന്താ ചെയ്തിരിക്കണം? 300 ദിനാറാണ് ഒരു ദിവസത്തെ. അപ്പം ഈ ബദനിയയിൽ ലാസറിൻ്റെ പെങ്ങൾ മറിയാം, ബദനിയയിലെ മറിയാം 300 ദിനാറ ലാസറിനെ ഉയർപ്പിച്ചപ്പോഴേ അവൾക്കൊരു വിഷമം ഉണ്ടായി. ശരിക്കും പശ്ചാത്താപമാണ് ശരിക്കും പറഞ്ഞതിന് സബ്ജക്റ്റ്. അതായത് ലാസറിനെ ഉയർപ്പിച്ച ദിവസം ഇവള് ആദ്യം വന്ന മാർത്തയല്ലേ ഓടി വന്നത്. ശരിക്കും പറഞ്ഞാൽ വരണ്ടിരുന്നത് മറിയല്ലേ. അവളല്ലേ അന്ന് കർത്താവിൻ്റെ വചനം കേട്ടത്, പദാന്ത്യത്തിൽ ഇരുന്ന്. മാർത്ത കുറേ എങ്ങനെ വീട്ടുജോലിയായിരുന്നല്ല. അപ്പം അതുകൊണ്ട്, പക്ഷേ ഒരു വിഷയം ഉണ്ടായപ്പോൾ മറിയത്തിനെ ലീഡ് ചെയ്ത് വന്നത് മാർത്തായാണ്. മറിയത്തിന് വചനം കേട്ടെങ്കിലും ഒരു ജീവിത പ്രസിദ്ധി ഉണ്ടായപ്പോൾ കർത്താവ് ദൈവം നേരിട്ട് വന്നിട്ട് പോലും മറിയ എഴുന്നേറ്റില്ല. ഇങ്ങനെയൊക്കെ പക്ഷെ പിന്നീട് സംഭവിച്ചത് ലാസറിന് ഉയർപ്പാണ്. അതോടുകൂടി ഇവർക്ക് ഭയങ്കര പശ്ചാത്താപം ഉണ്ടായി. നമ്മളെ കൃപാസനത്തിൽ ഞങ്ങൾ എന്തിനാണെന്ന് എപ്പോഴും അടയാളം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, അടയാളം വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പശ്ചാത്താപം ഉണ്ടാകും. വചനം കേൾക്കുന്ന പോലെ തന്നെ പശ്ചാത്തലം. പത്രോസിൻ്റെ 5:7 മത്സ്യങ്ങളുടെ ആധിക്യം കണ്ടപ്പോൾ അവന് അനുതാപം ഉണ്ടായി. അപ്പം അടയാളവും അത്ഭുതവും സഭകളിൽ എന്നും ഉണ്ടാകണം. എന്തിനാണ്? അത് അനുതാപത്തിന് വേണ്ടിയാണ്. അനുതാപം, ഇപ്പം നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയാൽ ഉടനെ നിങ്ങൾക്ക് അനുതാപം ഉണ്ടാകണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇപ്പം അടയാളം കണ്ട് അപ്പോൾ അവർക്ക് ഒരു പശ്ചാത്തലം ഉണ്ടായി. ആർക്ക്? മേരിക്ക്. എന്താണ്? കർത്താവ് വിളിച്ചിട്ടും വന്നില്ലല്ല. കർത്താവ് വന്നപ്പോൾ അവൾ വീട്ടിൽ തന്നെ ഇരുന്നില്ലേ. അപ്പോൾ ഇത്രയും വലിയ സംഭവം നടക്കുമെന്ന് വിചാരിച്ചില്ലല്ല. അപ്പോൾ ഈശോ ഇത്ര താമസിച്ചാലും വന്നാൽ അടയാളം നടക്കും. അത് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ല. വചനം കേട്ടത് വെറുതെ ആയില്ലേ. അപ്പോൾ അതൊക്കെ സങ്കടമായി. അപ്പോൾ ആ സങ്കടമാണ് ഇവൾ ശരിക്കും പറഞ്ഞാൽ കർത്താവെ തെറ്റിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അവൾ 300 ദിനാറയ്ക്കുള്ള സുഗന്ധൈലം ആ കാലെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുതാപമുള്ള ആൾക്കാർക്ക്? അതിനെ കർത്താവ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ബാധിച്ചിരിക്കുന്നത്. കർത്താവ് ഈ ബെത്തനിയായിലെ മറിയത്തിൻ്റെ 300 ദിനാറയും ആ ചില്ലിക്കാശ് കൊടുത്ത വിധവയും ഒരേ അളവിലാണ് കാണുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ദൈവവേദനെ നിനക്കുള്ളതുപോലെ നീ കൊടുത്താലും അതും, ഇല്ലാത്തതിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്താലും അതും, ദൈവമെല്ലാം ഒരുപോലെ വേ ചെയ്യും. കൊടുക്കണവൻ്റെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ദൈവത്തിന്, ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കാര്യത്തിൽ ഭയങ്കര ബിസിനസ്മാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത അപ്പം തന്നെ ഞാൻ കർത്താവിൻ്റെ മഹത്വത്തിനെന്ന് പറഞ്ഞാൽ ഞാൻ കാഴ്ചവെക്കും. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെന്താ ഇവിടെ ജീവിക്കണത്? കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി. അപ്പം ചെറുത് ചെയ്താലും വലുത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം ലക്ഷ്യം. നമ്മുടെ മഹത്വമായി പോകുമ്പോഴാണ് ഈടറവുണ്ടാകുന്നത്. അപ്പം നീ ചെറുത് ചെയ്താലും വലുത് ചെയ്താലും കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ കാഴ്ചവെക്കുന്ന കാര്യം കർത്താവ് അത് അതുപോലെ തന്നെയാണ് കർത്താവ് അംഗീകരിക്കുന്നത്. അല്ല ചെറുതായി പോയതുകൊണ്ട് കർത്താവ് നിൻ്റെ ഇടറവുള്ള ഇടിച്ച് കാണിക്കുകയോ വലുതായി പോയതുകൊണ്ട് കൂടെ പ്രേസ് ചെയ്യുകയോ ചെയ്യുകയല്ല. മറിച്ച് രണ്ടിനെയും കർത്താവ് ഒരുപോലെ കാണുന്നു. ദൈവത്തിൻ്റെ മഹത്വമാണ് രക്ഷിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയ 17:4 അനുസരിച്ച് യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും.
അപ്പോൾ എല്ലാ അവസരങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. ഈ ദിവസം ഒരു പുതിയ ദിവസമാണ്. കിട്ടുന്ന ബ്ലാക്ക് എക്സ്പീരിയൻസ്, വൈറ്റ് എക്സ്പീരിയൻസ് എല്ലാം കർത്താവിൻ്റെ മഹത്തിനായി കാഴ്ചവെക്കുക. എൻ്റെ പേര് സിന്ധു. ഞാൻ കാനഡയിൽ നിന്ന് വരുന്നു. സീറോ മലബാറിൻ്റെ സെയിൻറ്റ് കുര്യാക്കോസ് ചാവറ ബെൽവിൽ പള്ളിയാണ് എൻ്റെ ഇടവക ദേവാലയം. കൃപാസനത്തെക്കുറിച്ച് 2019 കേൾക്കുന്നത്. അന്ന് കുറച്ച് ട്രോളുകളൊക്കെയാണ് ഞാൻ കേട്ടത്. പക്ഷേ എൻ്റെ മനസ്സിലെന്തോ അന്ന് തന്നെ കുരിശിൻ്റെ വഴിയിലെ പ്രാർത്ഥന പോലെ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു എന്നുള്ളൊരു വചനം എൻ്റെ മനസ്സിൽ വന്നത്. കാരണം കൃപാസനത്തിന് തീർച്ചയായിട്ടും കൃപയുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ എൻ്റെ ആങ്ങളയുടെ മോൻ്റെ കല്യാണത്തിന് അമേരിക്കയിൽ ഡാളസിൽ ചെന്നപ്പോൾ അവിടെ വെച്ചാണ് ഞാനൊരു കുമ്പസാരിച്ച് പരിശുദ്ധ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ വിസിറ്റ് ചെയ്യാൻ വന്ന ഒരമ്മ എനിക്ക് ഇങ്ങനെ കൃപാസനം പത്രം തന്നു. എന്നിട്ട് ആ അമ്മ ഇങ്ങനെയും കൂടി എന്നോട് പറഞ്ഞു, മോളെ, ഞാൻ ഈ പത്രം പല രാജ്യത്തും എത്തിച്ചു, പക്ഷേ കാനഡയെ മാത്രം എനിക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്ന്. അപ്പം ഞാൻ വളരെ അതിശയത്തോടെ പറഞ്ഞു, ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് കാനഡയ്ക്ക് പോവുകയാണ്, ഞാൻ അമേരിക്കയിലുള്ള ഒരാളല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആ പത്രം വായിച്ചോ എന്ന് എനിക്ക് അത്രയ്ക്ക് ഓർക്കാൻ പറ്റുന്നില്ല. എന്തായാലും മലയാളമൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് വായിക്കും. അത് ഞാൻ കൊണ്ടുപോയി ബൈബിളിൻ്റെ സ്റ്റാൻഡിൻ്റെ അടിയിൽ തന്നെ കൊണ്ടുപോയി വെച്ചു. ഒന്നും നോക്കിയില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ നിയോഗം എഴുതി വെച്ച് ബൈബിളിൻ്റെ പുറത്ത് വെച്ച് പ്രാർത്ഥിക്കുക പതിവുണ്ട്. അപ്പം പുള്ളി കുറേ നാളായിട്ട് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്കിന് ബിൽഡിങ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ രണ്ടുപേരും ഫിസിയോതെറപ്പി കഴിഞ്ഞവരാണ്. ഹസ്ബൻഡ് അവിടെ ബിസിനസ് ചെയ്യുന്നു, രജിസ്ട്രേഡ് ഫിസിയോതെറപ്പിസ്റ്റായിട്ട്. അപ്പം വർഷങ്ങളായിട്ട് ഒരു 4 വർഷമായിട്ട് വാടകയ്ക്ക് ബിൽഡിങ് വെച്ചപ്പോൾ പുള്ളിക്കൊരാഗ്രഹം ഉണ്ടായി, സ്വന്തമായിട്ടൊരു ബിൽഡിങ് വേണമെന്ന്. അതിനുവേണ്ടി ഒരു സ്ഥലവും ഞങ്ങൾ വാങ്ങിച്ചു വെച്ചു ദൈവത്തിൻ്റെ കരുണയാൽ. ആ സ്ഥലത്ത് ബിൽഡിങ് വെക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ബാങ്കിന് സ്ഥലവും ബിൽഡിങ്ങും കൂടെ വേണം. ഞങ്ങളുടെ സ്വന്തം സ്ഥലമായതുകൊണ്ട് ബാങ്കിന് ലോൺ തരാൻ മടിയാണ്. അല്ലെങ്കിൽ $4 ലക്ഷം ഞങ്ങൾ ലോണൊന്നും ഇല്ലാതെ സേവിങ്സിൽ കാണിക്കണം. അത് വളരെയധികം ബുദ്ധിമുട്ടാണ്, അതൊരു വലിയ എമൗണ്ടുമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്ക് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. അപ്പം എനിക്കാണെങ്കിൽ ഇത് എങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഓർത്തു. എന്നാലും ഞങ്ങളത് ആ കൃപാസനം പത്രത്തിൽ നിയോഗത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു സെപ്റ്റംബർ പകുതിയിലാണ് ഇത് സംഭവിക്കുന്നത്. ഒക്ടോബർ 5 ആയപ്പോൾ അവിടെയുള്ള വലിയൊരു ബിൽഡിങ്, ഒരു 750 സ്ക്വയർ ഫൂട്ടുള്ള ഒരു ബിൽഡിങ് പോലും 2 പേര് കൂടി വാങ്ങിക്കാൻ നോക്കിയിട്ടും സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളിടത്ത് എൻ്റെ ഹസ്ബൻഡ് പറയാണ്, നമുക്ക് ഒരു ഹോസ്പിറ്റലിനോട് അടുത്തുള്ള ഒരു ബിൽഡിങ് വിൽക്കാനിട്ടുണ്ട്, നമുക്ക് പോയി നോക്കാം. എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായില്ല. കാരണം അതൊരു 7100 സ്ക്വയർ ഫൂട്ടുള്ള ബിൽഡിങ്ങാണ്. അതൊരു ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രിയുടെ ഓഫീസ് നടന്നുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ അടച്ചു കിടക്കുന്ന ഒരു ബിൽഡിങ്. ഞാൻ ഒട്ടും താല്പര്യമില്ലാതെ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു ഒക്ടോബർ 5 സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഫീസ്റ്റിൻ്റെ അന്ന് കറക്റ്റ് 3 മണിക്ക്, ഇപ്പോഴും ഞാൻ ഇവിടെ നിൽക്കുന്നത് കരുണയുടെ സമയത്ത് തന്നെയാണ്. ഞാനത് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു, ദൈവത്തിൻ്റെ വലിയ കരുണ. അതേ 3 മണിക്ക് തന്നെ ഞങ്ങൾ ആ ബിൽഡിങ്ങിൽ ചെന്നു. എനിക്ക് ദൈവമേ ഇതെങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഓർത്ത് ഞാൻ നിൽക്കണേ, ഒട്ടും തന്നെ താല്പര്യമില്ലാതെ, ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയല്ല എന്നോർത്ത്. പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടൽ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ് എന്ന് തന്നെ എൻ്റെ മനസ്സിലും തോന്നത്തക്ക രീതിയിൽ ഓരോ ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ അവർ പറയുന്നു, നിങ്ങളുടെ വീടുണ്ടല്ലോ, നിങ്ങളുടെ സ്ഥലമുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്താം എന്നൊക്കെ നല്ല പോസിറ്റീവായിട്ട് റെസ്പോൺസ്. അങ്ങനെ ഇരിക്കുമ്പം വീടിൻ്റെ ബാങ്ക് അസസ്മെൻ്റ് എടുക്കാനായിട്ട് ബാങ്ക് വരും. അങ്ങനത്തെ ഒരു ദിവസം, അതുവരെ ഞാൻ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ബാങ്ക് വരുന്ന ദിവസം, അന്നൊരു വിൻ്ററിൻ്റെ ഒരു നവംബർ 14 അപ്പം ഞങ്ങൾ വിൻ്റർ കെയറൊക്കെ നമ്മുടെ അവിടെ ചെയ്യണം. ഈ ബേസ്മെൻ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് വെള്ളമൊക്കെ വീടിൻ്റെ അടിയിൽ കെട്ടി വന്ന് നിൽക്കും. എൻ്റെ ഫാമിലിയാണ്. അപ്പോൾ എനിക്ക് 5 കുട്ടികളുണ്ട്. അതിൽ 2 പേര് ഇളയവരാണ് ഇവിടെ ഉള്ളത്. മൂത്ത മോൻ വന്നിട്ടില്ല, മോള് ഇവിടെ ഇരുന്ന് പഠിക്കുക. അവർക്ക് 11ാം ക്ലാസ്സിലായതുകൊണ്ട് ഒത്തിരി സീരിയസ് ആയിട്ടുള്ള പഠിത്തമൊക്കെ ഉള്ളതുകൊണ്ട് അവൾ ഇവിടെ ഉണ്ട്. എല്ലാ ധ്യാനവും എൻ്റെ കൂടെ അവൾ കേൾക്കാറുണ്ട്.
അങ്ങനെ ആ ബേസ്മെൻറ്റിൽ വെള്ളം കെട്ടി ഒരു ലെവലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പമ്പ് ചെയ്ത് പുറത്തേക്ക് വരും. പക്ഷേ ആ വെള്ളം ഒത്തിരി പുറത്ത് വരുന്നതുകൊണ്ട് ഹസ്ബൻഡ് അതിനൊരു എക്സ്റ്റൻഷൻ ട്യൂബ് ഇട്ടിരുന്നു. പക്ഷേ വിൻ്ററിൽ അത് എടുത്തു മാറ്റാൻ മറന്നു പോയതുകൊണ്ട് ഞങ്ങൾ ഒരു വൈകുന്നേരം വീടെല്ലാം വൃത്തിയാക്കി പിറ്റേ ദിവസം ബാങ്ക് അസസ്മെൻറ്റിന് വരുന്നത് കൊണ്ട് ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഈ ബേസ്മെൻറ്റിൽ നിന്ന് വെള്ളം പമ്പിൽ പ്രഷറായിട്ട് കയറി വരുന്നുണ്ട്. അതിങ്ങനെ ചൂടുവെള്ളം ചീറ്റണുണ്ട്. പക്ഷേ പുറത്ത് മുഴുവൻ ഐസ് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഈ ട്യൂബിൽ ഒരു 3-4 അടി ഫ്രോസൺ ആയിട്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ തന്നെ വീടിൻ്റെ ബേസ്മെൻറ്റ് വെള്ളത്തിലാവും. പിന്നെ ബാങ്ക് വന്ന് നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല. ഇങ്ങനെ ഒരു നനഞ്ഞ കാർബോർഡ് പോലെയുള്ള വിലയെ നനഞ്ഞ ബേസ്മെൻറ്റിനുള്ളൂ. അപ്പോൾ ഞാൻ പല കാര്യങ്ങളും നടക്കാതിരിക്കുമ്പം നമുക്ക് ആശയറ്റ് കഴിയുന്നവരുടെ പ്രത്യാശയാണ് പരിശുദ്ധ അമ്മ എന്ന് എനിക്ക് എപ്പോഴും തോന്നും. ഞാൻ അവിടെ മുട്ടുകുത്തിയെന്ന് പറഞ്ഞ അമ്മേ, ഇന്ന് തന്നെ ഞാൻ കൃപാസനത്തിലെ ഓൺലൈൻ ഉടമ്പടി എടുക്കാം, ഈ കാര്യം ഒന്ന് പരിഹരിച്ചു തരണേന്നും. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അതുവരെ പല ഹാർഡ്വെയർ സ്റ്റോറിൽ നിന്ന് പല ടൂൾസൊക്കെ ഇട്ട് കുത്തിയിട്ടും ഒന്നും പൊട്ടാത്തത് ഒരു മെറ്റൽ ബ്രൂമിൻ്റെ ബാക്കിട്ട് കുത്തിയപ്പം എൻ്റെ ചേച്ചിയുടെ മോനും ഉണ്ട്. അവനും പറഞ്ഞു എന്തൊക്കെയോ സംഭവിച്ചു, കുറേ വെള്ളവും ഐസും എല്ലാം കൂടി പുറത്തേക്ക് തള്ളുന്നുണ്ട് എന്ന് അവന് ഇങ്ങനെ പറഞ്ഞു. എനിക്കപ്പം തന്നെ മനസ്സിലായി പരിശുദ്ധ അമ്മ അത് ഉടമ്പടി എടുപ്പിക്കാൻ വേണ്ടി ഒരു സൈൻ തന്നതുപോലെ. ദൈവത്തിന് സ്തുതി. അത് പിന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാം കഴിഞ്ഞു. ബാങ്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്തു. അതേ വർഷം 2019 ഇതിൻ്റെ തുടക്കം. ഒരു ബിൽഡിങ്ങൊക്കെ അവിടെ മേടിക്കണേ കുറേ പ്രോസസ്സുണ്ട്. 2020 മാർച്ച് 1 ആ ബിൽഡിങ് ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ തന്നു. 7100 സ്ക്വയർ ഫുട്ടുള്ള ആ ബിൽഡിങ് കാണുമ്പോൾ അച്ഛന്മാരൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ പറയും, ഒരു പള്ളി നടത്താമല്ലോ, ഇതൊരു ക്ലിനിക്കിനുള്ള സ്ഥലമല്ലല്ലോ ഉള്ളതെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ അനുഭവിച്ചു. ദൈവത്തിൻ്റെ കരുണയാൽ 2020 എനിക്ക് നാട്ടിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് കാണണം എന്ന് ആശയമുണ്ടായിരുന്നു. പക്ഷേ കോവിഡ് ആയിരുന്നുകൊണ്ട് സാധിച്ചില്ല. ആ വരവിലും ഞങ്ങളുടെ പാസ്പോർട്ട് എടുക്കാനൊക്കെ ആ സമയത്ത് എല്ലാവർക്കും അറിയാം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഹസ്ബൻഡിന് ജോലി ആയതുകൊണ്ട് പുള്ളിക്ക് എൻ്റെ കൂടെ വരാനോ പാസ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ സിറ്റിയിൽ പോകണം, 2 മണിക്കൂറോളം വണ്ടി ഓടിച്ച്. ഞാൻ അത് ഒരിക്കലും ചെയ്തിട്ടില്ല. 120 കിലോമീറ്റർ സ്പീഡിൽ ഹൈവേയിലൊക്കെ പോകാൻ എനിക്ക് ഒട്ടും ധൈര്യമില്ല. എന്നാലും എൻ്റെ ആവശ്യം അത്രയും തീവ്രമായതുകൊണ്ട് ഞാൻ ഈ മക്കളെ 5 പേരെയും കൊണ്ട് വണ്ടിയിൽ കയറി ഈ പരിശുദ്ധ അമ്മയെ നീ പിടിച്ചോളണേ, ഈ സ്റ്റിയറിങ് ഞാനിവിടെ ഇരിക്കണേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാനത് ഓടിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴും ലൈനപ്പിലൊക്കെ തലേ ദിവസം തൊട്ട് പാസ്പോർട്ട് ഓഫീസിലെ ആൾക്കാർ വന്ന് കിടക്കുന്ന സമയം 2020 മാർച്ചിലൊക്കെ. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ പാസ്പോർട്ട് കിട്ടുള്ളൂ. എനിക്ക് എൻ്റെ പേരൻസൊക്കെ പ്രായമായിട്ടിരിക്കുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും വരണം എന്നായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയോട് സഹായം ചോദിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരൊക്കെ എന്നോട് പറഞ്ഞു ഇത് റിജക്റ്റ് ചെയ്യത്തുള്ളൂ, ഇൻസഫിഷ്യൻറ്റ് ഡോക്യുമെൻ്റാണ്, ഇതിന് അത്യാവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരെൻ്റെ കയ്യിൽ നിന്ന് ആ ഫോം മേടിച്ചിട്ട് ഇനി ധൈര്യമായിട്ട് വണ്ടി ഓടിച്ച് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണവും സഹായവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ഹസ്ബൻഡ് കാശ് രൂപം കൊണ്ടാണ് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നത്. വളരെയധികം ശ്രമകരമായ ഒരു ദിവസമാണ് കടന്നു പോകുന്നത്. അവിടെയൊക്കെ ബിസിനസ്സും ജോലിയായിട്ട് ഹെൽത്ത് കെയറിൽ ഇരിക്കുമ്പോൾ ഞാൻ പിന്നെ 2022 നവംബർ 3 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അന്ന് വെച്ച നിയോഗങ്ങളിൽ മുഖ്യമായിട്ടും എൻ്റെ മോൻ പഠിക്കാനൊക്കെ ഇച്ചിരി ഒരു മടിയുണ്ടെന്ന് വേണം പറയാൻ. കഴിവുള്ള കുട്ടിയാണ്, പക്ഷേ മടി. അപ്പം ഞാനിങ്ങനെ എൻ്റെ അമ്മ ഇവനിങ്ങനെ പോയാൽ ഇവനൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ ഓർത്തിട്ടുണ്ട്. ദൈവകൃപയാൽ അവനൊരു 89% അവൻ ആഗ്രഹിച്ച കോഴ്സിൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ഓട്ടോയിൽ അഡ്മിഷൻ കിട്ടി. അതുപോലെ അവനെ അങ്ങനെ വിടുമ്പോഴും എനിക്ക് ടെൻഷനായിരുന്നു. ഞാൻ എല്ലാത്തിനും ഉന്തണം കൂടെ നിൽക്കുമ്പം. പക്ഷേ അവൻ യൂണിവേഴ്സിറ്റി പോയപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ കൃപാസന മാതാവിൻ്റെ തന്നെ ഫോട്ടോ കൊടുത്തു വിട്ടിട്ട് അമ്മ ഇനി നോക്കിക്കൊള്ളണം, ഞാൻ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ആ കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഇപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാനുള്ളപ്പം വീട്ടിലുള്ളപ്പം ഞായറാഴ്ച മാത്രമാണ് അധികം പള്ളിയിൽ പോവുള്ളൂ. ഇപ്പോൾ അവിടെ ചെന്നിട്ട് ശനിയാഴ്ചയും പള്ളിയിൽ പോകും. അവിടെ യൂത്ത് ഗ്രൂപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് പോകുന്നു. അവന് കുമ്പസാരിക്കാൻ 2 ആഴ്ച കൂടുമ്പോൾ അവൻ തിടുക്കം കാണിക്കുന്നുണ്ട്.
പിന്നെ ഇപ്പം അവൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഈസ്റ്ററിൻ്റെ സമയത്തുള്ള കൂട്ടുകാരൊരാൾ കാത്തലിക്കിലേക്ക് വരുന്നു, അവനതിൻ്റെ ഗോഡ് ഫാദറാന്നൊക്കെ പറയുമ്പം അതിൽ കൂടുതലായിട്ടൊന്നും മക്കൾ ദൈവകൃപയിലും ഞങ്ങളുടെ പരിപൂർണ്ണ വിശുദ്ധീകരണവും ഒക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ അച്ഛൻ്റെ ധ്യാനം തുടർച്ചയായിട്ട് കൂടാറുണ്ട്, ഒരിക്കലും മുടക്കാറില്ല. അതിൻ്റെ ആരാധനയുടെ സമയത്ത് ഫൈനൽ ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് മക്കളും മുറിയിൽ നിന്ന് ഓടി വരും. പിന്നെ കൃപാസനത്തിലെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. കുഞ്ഞുങ്ങളുടെ സീസണൽ കോൾഡും അങ്ങനെയൊക്കെ വരുമ്പം മക്കൾ എക്സാമിന് പോകുമ്പം ഒക്കെ ഉപ്പിട്ട് കൊടുത്ത് പ്രാർത്ഥിക്കും. അവരുടെയൊക്കെ കയ്യിൽ കാശുരൂപം കൊടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലിച്ചിട്ട് ഞാൻ തിരിച്ചു മേടിക്കും. ഞാൻ ആരുടെയും കയ്യിൽ എൻ്റെ കാശുരൂപം കൊടുക്കാറില്ല. അതെനിക്ക് എത്ര വിലമതിക്കണം എന്ന് എനിക്കറിയില്ല. പ്രൈസ്ലെസ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിലിരിക്കുന്ന പോലെയാണ്. അതെൻ്റെ ബാഗിൽ എപ്പോഴും കാണും. അതിനെന്തെങ്കിലും ദോഷം പറ്റിയില്ലോ എന്ന് നിർത്തി ഞാനൊരു സിപ്ലോഗ് ബാഗ് ഇട്ട് വെച്ചാണ് സൂക്ഷിക്കുന്നത്. എൻ്റെ കഴുത്തേലിടാനുള്ള ധൈര്യം എനിക്കില്ല. എവിടെയെങ്കിലും ചാടിപ്പോയതായിട്ട് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പാസ്പോർട്ടിനെക്കാട്ടിലും എൻ്റെ സ്വർണത്തിനെക്കാട്ടിലും ഒക്കെ ഞാൻ അതിനെ അമൂല്യമായിട്ട് വിലമതിക്കുന്നു. അപ്പം ആ ബാഗ് താഴെ വയ്ക്കാൻ പോലും എനിക്ക് മനസ്സ് വരാറില്ല അതെൻ്റെ കയ്യിലുണ്ടെങ്കിൽ. അത്രമാത്രം ബഹുമാനത്തോടെ ഞാൻ അതിനെ ആദരിക്കുന്നു. പിന്നെ ജോസഫ് അച്ഛനെ ഞാൻ ഈ കൃപാസനം കൂടുമ്പോഴൊന്നും അല്ല അറിഞ്ഞേക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ശാലോം ടി വിയിൽ തിരുവചനം പറയുമ്പം ഈ അച്ഛൻ എന്ത് കരുണയാണ് മനുഷ്യരോട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരമ്മയുടെ വാത്സല്യത്തോടെ പ്രത്യേകിച്ച് സ്ത്രീകളോട് അവരുടെ ആവശ്യങ്ങളിൽ ഈ തലമുടിയൊക്കെ പോകുന്നത് വലിയൊരു കാര്യമല്ലെങ്കിലും അച്ഛൻ എത്ര ആർദ്രതയോടെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആ കരുണ അച്ഛനിലൂടെ അനുസ്യൂതം നമ്മളിലേക്ക് ഒഴുകുന്നതിൻ്റെ വലിയൊരു സമൃദ്ധി ആണ് ഇവിടെ ഞാൻ കാണുന്നത്. എനിക്കിങ്ങനെ ലൂക്കാസ് വിശേഷത്തിൽ പരിശുദ്ധ അമ്മ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് പിന്നെ അവൾ വീട്ടിലേക്ക് മടങ്ങി എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധ അമ്മയുടെ വീടാണ് ഇതെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമുക്കൊരു ദേവാലയം എന്ന് പറയുമ്പം അതിന് കുറച്ച് അതിൻ്റേതായ ഒരു ഗൗരവമുണ്ട്. പക്ഷേ കൃപാസനം എനിക്ക് ഈ പരിശുദ്ധ അമ്മ വസിക്കുന്ന ഒരു വീട്, അവിടെ നമുക്ക് ഒത്തിരി സ്നേഹത്തോടെയാണ് നമ്മളൊരു ഭവനത്തിലേക്ക് കയറി വരുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നത് അവിടെ അമ്മയായിട്ട് നമ്മളെ സ്വീകരിക്കുന്ന അമ്മയുടെ അടുത്ത് എത്ര വന്നിരുന്നാലും കൊതി മാറണില്ല. പക്ഷേ ഞാനെപ്പോഴും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നതുകൊണ്ട് സ്വസ്ഥതയോടെ ഇവിടെ വന്ന് എനിക്കിരിക്കാൻ പറ്റാറില്ല. എന്നാലും ദൈവം അനുവദിക്കുന്നതാണ് എൻ്റെ സന്തോഷം. ദൈവകൃപയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ അവിടെ പലപ്പോഴും ഈ ഉടമ്പടിയൊക്കെ എടുത്തതിന് ശേഷം എനിക്ക് നിത്യാരാധന ചാപ്പലാണ് ഏറ്റവും ഇഷ്ടം. നസ്രത്തിലെ വീട് പോലെ തോന്നും. ഈശോയും മാതാവും യേശുപിതാവും കൂടി ഇരിക്കണം നിത്യാരാധന ചാപ്പൽ കാണുമ്പോൾ. അവിടെ ചെന്ന് 1 മണിക്കൂർ ഇരിക്കാൻ എനിക്ക് പറ്റിയല്ലോ എന്നോർത്ത് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 1 വർഷമായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും 7 മണി തൊട്ട് 8 മണി വരെ 1 മണിക്കൂർ അഡോറേഷൻ ഇരിക്കാൻ ദൈവം സഹായിക്കുന്നുണ്ട്. അതിന് ചേർന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്നോട് പറഞ്ഞു, ഇത് സാധിക്കുമോ? ഞാൻ പറഞ്ഞു, അത് ദൈവം ആഗ്രഹിക്കുന്നതാണെങ്കിൽ സാധിക്കും. ഒരിക്കലും മിക്കവാറും ഗസ്റ്റൊക്കെ 7 മണിക്ക് തന്നെ ഫ്രൈഡേ വീട്ടിൽ വരും. പക്ഷേ അവരോടൊന്നും എനിക്ക് ഇത് എൻ്റെ സ്കെഡ്യൂളാണ്, എനിക്കിത് പോകണമെന്ന് പറയാൻ ഒരിക്കലും എനിക്ക് വിഷമം തോന്നിയിട്ടില്ല. എൻ്റെ ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കാൻ എനിക്ക് ഒത്തിരി സന്തോഷമാണ് ആരൊക്കെ വീട്ടിൽ വന്നാലും. അപ്പോൾ അത് ദൈവം ഒരുക്കുന്നു. ഇപ്പം ഞാൻ ഈ 5 ആഴ്ച അവിടെ നിന്ന് മാറി നിൽക്കുമ്പം അതിനും എനിക്ക് ആൾക്കാരെ കിട്ടി റീപ്ലേസ് ചെയ്യാൻ. അതൊക്കെ വലിയ സംഭവമാണ് അവിടെ. പിന്നെ ഞാൻ അവിടെ ഫുഡ് ബാങ്കിൽ ഡൊണേറ്റ് ചെയ്യും. പിന്നെ ബർത്ത് റൈറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സംഘടനയുണ്ട്, കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്ത്രീകളെ സഹായിക്കുന്ന, അവരെ സഹായിക്കാറുണ്ട്. പിന്നെ ആരാധന ചാപ്പൽ എപ്പോഴായാലും ക്ലീനപ്പ് ചെയ്യാനും അതിൽ പൂക്കൾ വയ്ക്കാനും ഒക്കെ എനിക്ക് സന്തോഷമാണ്. ആരെങ്കിലും എന്നോട് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചോദിച്ചാൽ ഞാൻ ഒരിക്കലും നിരസിക്കാറില്ല. പുതിയ പിള്ളേരൊക്കെ വരുമ്പം റൈഡോ അല്ലെ അവരുടെ ജോലി കാര്യങ്ങൾക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാവോ എന്നൊക്കെ ചോദിക്കുമ്പം ഒരു ആർദ്രതയോടെ അതെടുക്കാനും ഈ കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് അത് ചെയ്യാനും എനിക്ക് സാധിക്കാറുണ്ട്. പലരും എന്നെ 5 കുട്ടികളില്ലേ ചേച്ചി ഒത്തിരി ബിസിയല്ലേ എന്നൊക്കെ ചോദിച്ചാലും ഞാനത് എനിക്ക് ചെയ്യണമല്ലോ, അങ്ങനെ ഒരു നിർബന്ധം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിരർത്ഥകമാണെന്ന് അച്ഛൻ എപ്പോഴും പറയുന്നത് ഞാൻ ഓർക്കും. അപ്പോൾ അത് നിർബന്ധപൂർവ്വം ചെയ്യാൻ ദൈവം അനുവദിക്കുന്നുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ ഓർത്തു, ദൈവമേ ഞാൻ ആരെയാണ് ഇപ്പോൾ സഹായിക്കേണ്ടേ, എനിക്ക് അങ്ങനെ ഈ നാട്ടിലെ പോലെ ഒന്നും പറ്റുന്നില്ലല്ലോ എന്നോർത്തു. ഒരു ദിവസം ഞാൻ പള്ളി കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ പെൺകുട്ടി ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഒരു ഇച്ചിരി സൈഡ് മാറിലായിട്ട് നിലത്തിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തു പറ്റി? അന്നേരം അവൾ പറഞ്ഞു, ഞാൻ ഇവിടെ മടുത്തിട്ട് ഇരുന്നതാണ്, കുഴപ്പമുണ്ടോ, നിങ്ങളുടെ സ്ഥലമാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ കൊച്ചിന് നാട്ടിൽ നിന്ന് എന്തോ ഒരു ഡെലിവറി പാക്കേജ് വന്നിട്ട് അവളത് കൈ പിടിച്ച് നടന്നിട്ട് അവൾക്ക് തണുത്ത് കൈയൊക്കെ മരച്ചിരിക്കുക.
അപ്പോൾ ഞാൻ വേഗം കൊണ്ടുപോയി വിടാം, അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിടാമെന്ന് ഓർത്തു. പക്ഷേ ഇന്നത്തെ കാലം നമുക്കൊരു ഭയം, ആ കൊച്ച് എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്, സേഫാണോ എന്നൊക്കെ ഞാനൊരു മിനിറ്റ് ടെൻഷൻ അടിച്ചപ്പോൾ തന്നെ തൊട്ടടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു പയ്യൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഫ്രണ്ട് അയൽവാസി വന്നു. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു, നമുക്കൊന്ന് കൊണ്ടുപോയി വിടാം. വേഗം തന്നെ എന്നെ ചേച്ചി ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു വന്നു. ആ പെങ്കൊച്ചിന് ചിന്തിക്കാൻ മേലാത്തൊരു ഉപകാരം ചെയ്തതുപോലെ അവളും ഇരിക്കുന്നു. അപ്പം ഞാൻ ഓർക്കുക, ഞാൻ അങ്ങനെ മാതാവിനോട് ചോദിച്ചപ്പം ഞാൻ ചെയ്യാനുള്ള കാര്യവും കാരുണ്യ പ്രവൃത്തിയും അമ്മ തന്നെ എൻ്റെ മുമ്പിൽ എത്തിച്ചതുപോലെ എനിക്ക് തോന്നുക. അങ്ങനെ ദൈവം അനുവദിക്കുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ നാട്ടിലുമൊക്കെയുള്ള സഹായം അർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ ഫാമിലിയിൽ പെട്ടവരായാലും അയക്കുമ്പോൾ അവരുടെയൊക്കെ സഹായത്തിനും അവർക്ക് ഒക്കെ വേണ്ട സഹായം ഞങ്ങളാൽ സാധിക്കുന്ന വിധം ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ദശാംശ പൈസ കൊടുക്കുന്നതിലൊക്കെ എൻ്റെ ഹസ്ബൻഡ് സന്തോഷത്തോടെ ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയിൽ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. എല്ലാവരുടെയും പ്രത്യാശയായ നിത്യജീവിതവും ജീവിത വിശുദ്ധീകരണവും തന്നെയാണ് എൻ്റെയും ലക്ഷ്യം. ഇനി അച്ഛൻ പറയുന്ന പോലെ സഹനം എങ്ങനെ എടുക്കണം എന്ന് അച്ഛൻ്റെ ധ്യാനത്തിൽ ഒത്തിരി നന്നായിട്ട് മനസ്സിലാകുന്നു. ആ ടെസ്റ്റ് എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാവും, നമുക്കൊരു ടെസ്റ്റിമോണി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ വഴികളിൽ സഹനത്തിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റിയല്ല. പോരായ്മകളും കുറവുകളും ഒക്കെ ഉണ്ട്. എന്നാലും പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ച് അഭിഭാഷകയായ അമ്മ നമുക്ക് വേണ്ടി എപ്പോഴും ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നുള്ള പ്രത്യാശയിൽ നിത്യജീവിതം ലക്ഷ്യമാക്കി ഞാനും എൻ്റെ കുടുംബവും മുമ്പോട്ട് പോകുന്നു. ദൈവത്തിന് സ്തുതി. യേശുവേ നന്ദി. യേശുവേ. പുറപ്പാട് 33:13 ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലുമെന്ന് മോശ കർത്താവിനോട് പറയുമ്പോഴാണ് തിരുവചനത്തിലൂടെ ദൈവം അരുളി ചെയ്യുന്നത്, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. പുറപ്പാട് 33:14 നമുക്ക് ആ തിരുവചനങ്ങൾ കാണുവാൻ കഴിയും. ഇവിടെ സിന്ധു അഗസ്റ്റിൻ കുടുംബം ഒന്നിച്ച് തങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. തങ്ങളെങ്ങനെ ഈ മകളെങ്ങനെ കൃപാസനത്തിലേക്ക് വരുവാൻ കാരണമായി, അവിടെ കാനഡയിൽ തനിക്ക് എങ്ങനെ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ തനിക്ക് എങ്ങനെയാണ് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നത്. തങ്ങൾക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ തങ്ങൾക്ക് ലഭിച്ച കൃപകളൊക്കെ അനുഗ്രഹങ്ങളെല്ലാം ഇവിടെ ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി ജീവിതം ഏറ്റവും ദൈവസ്നേഹത്തോടെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുവാനൊക്കെ ഈ മക്കൾ ശ്രമിക്കുന്നു. ഇന്ന് ഹസ്ബൻഡ് ഇന്നാണ് വന്ന് ഉടമ്പടി എടുത്ത്, അതായത് ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് കടന്നു വരുന്നത്, ഒരു പെറ്റ അമ്മയുടെ അടുത്തേക്ക് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം, അതൊക്കെ ലോകത്തിൻ്റെ അതിർത്തികളോളം ഇന്ന് ഓരോ മക്കൾക്കും ഇതൊക്കെ അനുഭവവേദ്യമാകുന്ന രീതിയിൽ കൃപാസനത്തിലെ അമ്മ, സഞ്ചാരി മാതാവ് എങ്ങനെയാണ് മക്കളെയെല്ലാം ചേർത്ത് പിടിക്കുന്നത്. തനിക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങൾ തങ്ങളുടെ വീടിൻ്റെ, അതായത് ഒരു സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് അത് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങുന്നത് എങ്ങനെ, അതുപോലെ പിന്നീട് തൻ്റെ പാസ്പോർട്ടൊക്കെ റിസീവ് ചെയ്യുന്നതിന് അതിനൊക്കെ സ്വയമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുക, അതെല്ലാം ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നതിൻ്റെ 5 മക്കളാണ് ഈ മക്കൾക്കുള്ളത്, ഈ ദമ്പതികൾക്കുള്ളത്. അപ്പോഴതിൻ്റെയൊക്കെ ആ ഒരു റിസ്കിലുമൊക്കെ താൻ ഒരിക്കലും അത്ര സ്പീഡിലൊന്നും പോകുന്നയാളല്ല. എന്നാൽ അമ്മയുടെ കാശ് രൂപം തനിക്ക് അത്ര അമൂല്യമാണ്, അത് ഏറ്റവും താൻ ആദരിക്കുന്നു. ആ കാശ് രൂപവും കൊണ്ട് പോകുമ്പോൾ തനിക്ക് കിട്ടുന്ന ആത്മീയമായിട്ടുള്ള ബലം, ആത്മധൈര്യം. അങ്ങനെ ഇന്ന് ഈ കുടുംബം ദൈവത്തിന് നന്ദി പറയുമ്പോൾ കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് പുറപ്പാട് ജനത പറയുന്നത് പോലെ ഇവിടെ വന്ന് വീണ്ടും തൻ്റെ ഹസ്ബൻഡും ഉടമ്പടിയെടുത്ത് ഉടമ്പടി ജീവിതം ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് ഈ മക്കൾ ലോകത്തിന് മുമ്പാകെ സാക്ഷ്യം വഹിക്കുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.